കേരളത്തിലെ ഒരു വലിയ ഹിന്ദു പാർട്ടി CPM ആയതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ച യഥാർത്ഥത്തിൽ CPMനല്ലേ ദോഷം ചെയ്യേണ്ടത്? അതിൽ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ കോൺഗ്രസിനെ ദോഷം ചെയ്തത് ഇന്നിപ്പോൾ കാണുന്നതല്ലോ. കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്നത് നായർ സമുദായം. അതെ, അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും BJP ആയി. ഈഴവ സമുദായത്തിൽ സമ്പന്നരായ ആളുകൾ, ഈഴവർ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ ഒരു ന്യൂനപക്ഷം കോൺഗ്രസ്സുകാരും ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമാണ്. അതെ അതെ, അത് അവർ ഞങ്ങൾ വിരുദ്ധരാണെന്ന് പറയില്ല, പക്ഷെ അവരുടെ മൊത്തം കാര്യത്തിലുണ്ടാവും. ആ വിഭാഗവും ഏതാണ്ട് BJP പിന്നെ ധീവര സമുദായം, വിശ്വകർമ്മ സമുദായം അതൊക്കെ പോയി. പുലയ സമുദായത്തിൽ പോലും ഇപ്പോൾ BJP സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കോൺഗ്രസിനെ ബാധിച്ചു, അടുത്ത ഘട്ടത്തിൽ CPMനെ ബാധിച്ചു. അല്ല, എക്കാലത്തും ഞാനൊക്കെ പറയുന്ന ഒരു ആശയം, ഞാൻ ഈ BJPക്കാരുടെ എപ്പോഴും ഉപദേശിക്കുന്നതാണ്, BJPക്ക് വളരണമെങ്കിൽ നിങ്ങൾ CPMനെ അറ്റാക്ക് ചെയ്യണമെന്ന്. പക്ഷെ അവർക്കത് തലയിൽ കയറുന്നില്ല. സാറിന് അതിനെക്കുറിച്ച് അഭിപ്രായം? വാസ്തവത്തിൽ BJP ഒരു ഹിന്ദു പാർട്ടി എന്ന നിലയിൽ CPMനെ ഫോക്കസ് ചെയ്ത് ഇത്തവണ കൂടുതൽ സീറ്റ് കിട്ടാൻ ഞാൻ വിശ്വസിക്കും. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. CPMനെ അവർക്ക് മറ്റു തരത്തിൽ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് വരില്ലേ. ഇപ്പോൾ കോൺഗ്രസിനെ കീഴ്പ്പെടുത്തിയിട്ടല്ലോ കോൺഗ്രസ്സുകാർ BJPക്കാരായിട്ട് മാറി. അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയ. അതിന് ഏറ്റവും വലിയ സംഭാവന കൊടുത്ത് വെള്ളാപ്പള്ളി അടച്ചത്. ഈ BDJS ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതുവരെ ഈ ക്രിസ്ത്യാനികളെക്കാളും താമര കൂട്ടിയ വിഷമമുള്ള ആളായിരുന്നു ഈഴവർ. ശരി. 2016 നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരുടെ ഐക്യം എന്ന ഒരു ബാനർ ഒരുപാട് വോട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടു. BJPക്കോ BDJSനോ പ്രത്യേകിച്ച് സാധ്യത കൂടൊന്നും കിട്ടിയില്ല, പക്ഷേ വോട്ട് ഷെയർ വല്ലാതെ പറഞ്ഞു. അത് ഞാൻ എണ്ണിപ്പറയാവുന്ന മണ്ഡലങ്ങളുണ്ട്. നമ്മൾ മധ്യ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റുമാനൂർ, അതുപോലെ വൈക്കം, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ, വൈപ്പിൻ, പറവൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, നാട്ടിക, അതിനപ്പുറത്ത് ഗുരുവായൂറും മണലൂർ, ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ തീരപ്രദേശത്ത് ഇവരുടെ വോട്ട് വ്യാപകമായിട്ട് ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഈ വോട്ട് വർദ്ധിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ ദോഷം പറ്റിയത് UDFന്, ഗുണം കിട്ടിയത് LDFന്. കാരണം BJPയുടെ വോട്ട് കൂടി കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥികൾ നിസ്സാരമായിട്ട് ജയിക്കുക, കോൺഗ്രസ് തോൽക്കുക. ചാലക്കുടി മണ്ഡലത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം നോക്കിയാൽ മതി, KP ധനപാലൻ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ പഴയ കമ്മ്യൂണിസ്റ്റ് കൊടുങ്ങല്ലൂരല്ല, പഴയ മാളയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ. അവിടെ ധനപാലം മത്സരിക്കുന്നു, നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എന്ത് പറ്റി, ഈ BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BDJS സ്ഥാനാർത്ഥി ഗണ്യമായ രീതിയിൽ വോട്ട് പിടിക്കും. 10-30,000 വോട്ട് അയാൾ കിട്ടുമ്പോൾ ധനപാലം തോറ്റുപോയി. LDFന് വളരെ എളുപ്പമാണ്, അവർക്ക് ഉള്ള വോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ല, അതിപ്പം ഇത്തവണ എങ്ങനെ ബാധിക്കും ഇത്? അല്ല, ഇത്തവണ ആകുമ്പോഴത്തേക്ക് അത് സംഗതികൾ മാറി. കാരണം ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇതൊന്നുമല്ല. ഈ പറഞ്ഞ കണക്കിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി വിരുദ്ധ വികാരമാണോ? അതെ, അത് കൂടുതലും കൃത്യമായിട്ട് പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരമാണ്. ഭരണം സത്യത്തിൽ അത്ര മോശമല്ല. അതാണ് ഒരു സംഗതി. ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല. ഭരണം തീരെ മോശമല്ല. ആരും മന്ത്രിമാരിൽ നല്ലൊരു ഭാഗം അപ്രാപ്തരാണ്. ഭരണത്തിനെ അത് ബാധിച്ചല്ല. കാരണം ഈ മന്ത്രിമാരായ പൂവങ്കന്മാരല്ലല്ലോ ഭരിക്കുന്ന പാർട്ടിയുടെ വേറെ സംവിധാനമുണ്ട്, വേറെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഈ ഭരണം നടക്കുന്നത്. ഇവരൊക്കെ വെറുതെ ഭംഗിക്കരിക്കുന്നു എന്ന് മാത്രം. അവർക്ക് ആർക്കും ഇതിന്റെ പുറത്ത് യാതൊരു കൺട്രോളും ഇല്ല. പക്ഷേ മന്ത്രിമാരെ എല്ലാവരും ഒന്നിനൊന്ന് ജനങ്ങളെ വെറുപ്പിച്ചു. ഇതാണ് ഒരു വിഷയം. പക്ഷെ അതുകൊണ്ട് ഭരണത്തിനെതിരല്ല വികാരമുള്ളത്, പിണറായി സത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം.